ഹൃദയം കവർന്ന കാമുകിയിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനശ്വര പ്രണയത്തിലേക്ക് ഉയർന്ന യഹൂദ വിശ്വാസിയായ എറിക്കിന്റെ ജീവിതം വിസ്മയകരമായിരുന്നു. ഫിലാഡൽഫിയയിലെ ഒരു ക്രിസ്മസ് പാർട്ടിക്കിടയിലെ സംഭാഷണമാണ് യഹൂദ മതവിശ്വാസിയായിരുന്ന എറിക് റോസൻബെർഗിന്റെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ടത്. തന്റെ കാമുകി ബോണിയുമായുള്ള സംഭാഷണമായിരുന്നു അത്. മദ്യവും ഭക്ഷണങ്ങളുമായി ക്രിസ്മസ് ആഘോഷം പൊടിപൊടിക്കുകയായിരുന്നു. എന്നാൽ മദ്യം ഒഴിവാക്കിക്കൊണ്ട് ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്ന ബോണിയോട് എറിക് കാരണം അന്വേഷിച്ചു. ആരോഗ്യം തരുന്ന ജ്യൂസാണ് ഇഷ്ടമെന്നായിരുന്നു ബോണിയുടെ പ്രതികരണം. എന്നാൽ താൻ ജീവിതത്തിൽ കൂടുതൽ ആരോഗ്യത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള വഴിയായ ഏക രക്ഷകനായ യേശുവിനെ സ്വീകരിച്ചുവെന്നും ബോണി പ്രത്യുത്തരിച്ചു. എറിക്കിന് അപ്പോൾ കാര്യം വ്യക്തമായില്ലെങ്കിലും ബോണി പറഞ്ഞ രക്ഷ എന്ന വാക്ക് ഹൃദയത്തിലെവിടെയോ തറഞ്ഞു കയറി. പിന്നീട് പലപ്പോഴും ആ വാക്ക് തന്നെ അസ്വസ്ഥനാക്കുകയായിരുന്നുവെന്ന് എറിക് പറയുന്നു. ന്യൂയോർക്കിലെ ലിറ്റിൽ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് എറിക് വളർന്നത്. പ്രാദേശിക സിനഗോഗിലെ അംഗങ്ങളായിരുന്നു എറിക്കും കുടുംബവും. യഹൂദ പാരമ്പര്യത്തിൽ വളർന്ന എറിക് കൊച്ചുകുട്ടിയായിരിക്കെ തന്നെ ഭയത്തിന്റെ നിഴലിലായിരുന്നു. കൊച്ചെറിക്കിനെ ഏറെ ഭയപ്പെടുത്തിയിരുന്നത് മരണമായിരുന്നു. ചെറുപ്പകാലത്ത് നടന്ന യഹൂദ കൂട്ടക്കൊലപാതകങ്ങളുടെ പേടി സ്വപ്നങ്ങൾ എറിക്കിനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഏത് സമയത്തും വീട്ടിൽ കടന്നുകയറി അക്രമികൾ എല്ലാവരെയും കൊന്നൊടുക്കുമോ എന്ന ആശങ്കയോടെയാണ് എറിക് ജീവിച്ചിരുന്നത്. മരണത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്ന പല യഹൂദരെയും പോലെ അദ്ദേഹത്തിനും ഒരു നിഗൂഢത മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ഉത്തരം ലഭിക്കണമെന്ന് എറിക് ആഗ്രഹിച്ചു. ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് വളർന്നത്. ദൈവവുമായി ഉണ്ടായിരുന്ന ഒരേ ഒരു ബന്ധമെന്ന് പറയുന്നത് സിനഗോഗ് സന്ദർശനമായിരുന്നു. രാത്രികളിൽ മാതാപിതാക്കളുടെ കാറിന് മുകളിലിരുന്ന് ആകാശത്തേക്ക് നോക്കി കൊച്ചെറിക് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, അങ്ങുണ്ടെന്ന് എനിക്കറിയാം, എന്നെ അങ്ങയോട് കൂടുതൽ അടുപ്പിക്കണമേ. ഒരു യഹൂദ ആൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നടത്തുന്ന ബോർ മിറ്റ്സ്വ എന്ന ചടങ്ങിലാണ് എറിക്കിന് തിരുവെഴുത്തുകളുടെ ഒരു പകർപ്പ് ലഭിച്ചത്. എന്നാൽ തിരുവെഴുത്തുകൾ ഒരിക്കലും വായിച്ചു നോക്കിയിരുന്നില്ല. 1979 ബോണിയുമായി എറിക് പരിചയപ്പെടുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് ആകാംക്ഷയോടെ അന്വേഷിച്ചുകൊണ്ടിരുന്ന എറിക്കിനോട് പുതിയ നിയമം വായിക്കാനായിരുന്നു ബോണി പറഞ്ഞത്. എന്നാൽ പുതിയ നിയമം വായിക്കുന്നതിൽ താല്പര്യമില്ലെന്നും യഹൂദ പാരമ്പര്യമുള്ളതായതിനാൽ പഴയ നിയമം വായിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും എറിക് പറഞ്ഞു. എങ്കിൽ പഴയ നിയമത്തിൽ തന്നെ നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താനാകുമെന്നായിരുന്നു ബോണിയുടെ മറുപടി. എറിക് തിരുവെഴുത്തുകളും പിന്നീട് പഴയ നിയമവും വിശദമായി വായിച്ചു. ആദ്യഘട്ടത്തിൽ യേശുവിനെ കണ്ടെത്താനാകാതെ എറിക് പിൻവാങ്ങിയെങ്കിലും കെട്ടുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുകയായിരുന്നു. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അമ്പരപ്പിക്കുന്ന സത്യത്തിന്റെ പിച്ചള ഓടാമ്പലുകൾ തകർത്ത് യേശുവിന്റെ പ്രതിരൂപം വെളിവാക്കി. തിരുവെഴുത്തുകളിൽ വിശദമാക്കുന്ന വരാനിരിക്കുന്ന മിശിഹ യേശു തന്നെയാണെന്ന് 53-ാം അധ്യായത്തിലെ സൂചനകൾ എറിക്കിന് മുന്നിൽ തെളിഞ്ഞു നിന്നു. എല്ലാം വായിച്ചതിനു ശേഷവും യേശുവിനെ മിശിഹായായി അംഗീകരിക്കാൻ എറിക് തയ്യാറായിരുന്നില്ല. കാരണം ഒരു ജൂതനായ തനിക്ക് എങ്ങനെ ഒരു ക്രൈസ്തവ വിശ്വാസിയാകാനും വിശ്വസിക്കാനും കഴിയുമെന്ന ചിന്ത ആന്തരിക സംഘർഷത്തിനിടയാക്കി. ഇതിനിടെ ഉണ്ടായ മുത്തശ്ശിയുടെ മരണം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വേട്ടയാടാൻ ആരംഭിച്ചു. ബോണിയുടെ മാതാപിതാക്കളെ സന്ദർശിക്കാനായി ഷിക്കാഗോയിലേക്കുള്ള യാത്ര വലിയൊരു മാറ്റത്തിന് കാരണമായി. മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ഗോൾഡ്ബെർഗിനെ കാണാൻ യാത്ര അവസരമൊരുക്കി. ഡോക്ടർ ഗോൾഡ്ബെർഗ് നേരത്തെ ജൂതമത വിശ്വാസിയായിരുന്നു. പഴയ നിയമത്തിൽ വായിച്ച കാര്യങ്ങളുമായി ഡോക്ടർ ഗോൾഡ്ബെർഗുമായി എറിക് സംസാരിച്ചു. യേശുവാണ് ജൂതന്മാർ പ്രതീക്ഷിക്കുന്ന മിശിഹ എന്ന് ഡോക്ടർ ഗോൾഡ്ബെർഗ് കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമാക്കി. സംസാരം കഴിയാറായപ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ഗോൾഡ്ബെർഗ് ആരാഞ്ഞു. എറിക് ശിരസ് കുനിച്ച് സമ്മതം അറിയിക്കുകയുമായിരുന്നു. ബോണിക്ക് വിശ്വസിക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. എറിക്കിൽ മാറ്റം വരുത്തിയ തന്റെ വിശ്വാസ സാക്ഷ്യത്തിന്റെ വാക്കുകൾ, രക്ഷയിലേക്ക് നയിച്ച വാക്കുകൾ തന്റെ പങ്കാളിയിലേക്കും പകരാനായതിലുള്ള ആഹ്ലാദത്തിലായിരുന്നു ബോണി. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്താൽ എറിക്കിന്റെ മരണഭയം പൂർണ്ണമായും ഇല്ലാതായി. എന്റെ കർത്താവും ഞാനും തമ്മിലുള്ള പരസ്പര സ്നേഹം എന്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുവെന്നും അതൊരു ദൈനംദിന യാത്രയാണെന്നും എറിക് പങ്കുവെക്കുന്നു. എറിക് പറയുന്നു, കർത്താവ് എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടുന്ന് എപ്പോഴും നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടെന്നും എറിക് ഓർമ്മിപ്പിക്കുന്നു.